ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ട്രിവാൻഡ്രം ലുലു മാളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഇമാജിനിലെ ആപ്പിളിൻ്റെ ഐഫോൺ 17 പ്രോ വന്നിട്ടുണ്ട്. സോ 17 പ്രോ മാക്സ് ആണ് ഈ കാണുന്നത്. പഴയ ഐഫോൺ വെച്ച് നോക്കുമ്പം കുറച്ച് ക്വാളിറ്റി കുറഞ്ഞതുപോലെ തോന്നി. അലുമിനിയം ഫിനിഷാണ്, നേരത്തെ ടൈറ്റാനിയം ആയിരുന്നു. സോ ഒരു ഡൗൺ ഗ്രേഡ് പോലെ തോന്നി. ക്യാമറയൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ബോഡിയിൽ പെട്ടെന്ന് സ്ക്രാച്ചസ് വരുമെന്ന് തോന്നുന്നു. ഈ മൊബൈലിൽ തന്നെ അത്യാവശ്യം സ്ക്രാച്ചസ് ഉണ്ട്, അലുമിനിയം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നേരെ ഓപ്പോസിറ്റ് ഹാമിലീസിൽ വന്നിരുന്നു. അവിടെ ഹോട്ട് വീൽസിൻ്റെയും അല്ലാതെ കുറച്ച് ബ്രാൻഡ്സിൻ്റെയും മിനിയേച്ചർ കാർസൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നത്. പക്ഷേ ഹോട്ട് വീൽസിൻ്റെ ഒന്നും കളക്ഷൻസ് ഇപ്പം അത്ര പോരാ. എല്ലാം ഭയങ്കര ഫാൻസി കാർസാണ്. ഒറിജിനൽ കാർസിൻ്റെ മിനിയേച്ചേഴ്സാണ് ഞാൻ കൂടുതലും കളക്ട് ചെയ്യുന്നത്. പിന്നെ നെർഫിൻ്റെ ഗണ്ണ് നോക്കിയിരുന്നു. ചുമ്മാ ഒരു ഫണ്ണല്ലേ അത്. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് അപ്പോഴാണ് യൂണോ കാർഡ് കണ്ടത്. അങ്ങനെ പിന്നെ ഒരു യൂണോ കാർഡ് മേടിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ എത്ര പേര് യൂണോ കാർഡ് കളിക്കുന്നുണ്ടെന്നാണ് കമൻറ്റ് ചെയ്യുക. നല്ല ഫണ്ണായിട്ടുള്ളൊരു സംഭവമാണ് യൂണോ കാർഡ്. നമ്മളെ പഴയ ചീട്ട് കളിയെന്നൊന്നും പറയാൻ പറ്റില്ല, ഇത് വേറൊരു ടൈപ്പ് ഗെയിമാണ്. അതിന് ശേഷം പിന്നെ വേറൊരു സംഭവം കണ്ടത് നമ്മുടെ ബേ ബ്ലേഡാണ്. 90s കിഡ്സിനൊക്കെ അറിയായിരിക്കും ബേ ബ്ലേഡ് എന്താണെന്നുള്ളത്. അതവിടെ കണ്ടിട്ടുണ്ടായി. പിന്നെ ഈ കാണുന്നതൊക്കെ നെർഫിൻ്റെ തന്നെ ജെൽ ഫയറാണ്. നെർഫ് ഗണ്ണുള്ളവർക്കറിയാം, അതിൽ നമ്മൾ ജെല്ലും സ്പോഞ്ച് പോലത്തെ സംഭവങ്ങളൊക്കെ ഇട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് മെജോറിറ്റിയുടെയും മാച്ച് ബോക്സിൻ്റെയൊക്കെ മിനിയേച്ചർ കണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ തൊട്ടപ്പുറത്തൊരു ലിഗോയുടെ സെറ്റ് കണ്ടായിരുന്നു. ലിഗോ എനിക്കിപ്പോൾ കളക്ഷൻ ഞാൻ ചെയ്യാത്തത് കൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് നോക്കി. അതിനുശേഷം ആംബ്ലീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫസ്റ്റ് ഫ്ലോറിൽ ലുലു സെലിബ്രേറ്റിൻ്റെ ഫ്രണ്ടിലൊരു സ്റ്റോളുണ്ട്, ഇതേപോലെ മിനിയേച്ചർ കളക്ഷൻസൊക്കെ കിട്ടുന്നത്. ഇവിടെ അത്യാവശ്യം റയറായിട്ടുള്ള കുറേ കളക്ഷൻ സംഭവങ്ങൾ കിട്ടും, ഇതുപോലത്തെ മിനിയേച്ചർ സ്റ്റാച്ചു ഇതെല്ലാം. എനിക്ക് ഈ ടോം ആൻഡ് ജെറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ അഭിമാനം ഉണ്ടായിരുന്നു, അഭിമാനം ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതിന് അത്യാവശ്യം പ്രൈസുണ്ട്. ഈ ഒരു സ്ഥലത്ത് ഏകദേശം 400 രൂപയൊക്കെയാണ് ഈ ഒരു ടോം ആൻഡ് ജെറിക്കും. ഈ ഒരു ടോമിനൊക്കെ 400 രൂപയാണ് വരുന്നത്. എനിക്കാണ് ഇതിനേക്കാളും പ്രൈസ് കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും. നിങ്ങൾ എവിടെയെങ്കിലും അതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഈ ചെറുതിനൊക്കെ 400 രൂപ എനിക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണ് തോന്നിയത്. കാരണം എൻ്റെ ഈ ഒരു സെയിം സൈസൊക്കെ ഞാനൊരു 4-5 എണ്ണമൊക്കെ മേടിച്ചത് തന്നെ എനിക്ക് 400 രൂപയ്ക്കായിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് മസാല കോൺ കഴിച്ചു. സെയിൻസ് എന്ന് പറയുന്നത് ഈ കടയിൽ നിന്നാണ്. ഒരു കപ്പിന് ഏകദേശം 100 രൂപ വരുന്ന നല്ല അടിപൊളി സാധനമാണ്. അതിനുശേഷം നമ്മൾ ലുലു കണക്ട് കയറി അവിടെ കുറച്ച് ഫോട്ടോ ഫ്രെയിംസൊക്കെ നോക്കിയിരുന്നു. അതൊക്കെ അത്യാവശ്യം റേറ്റുള്ളതാണ്. നല്ല ഭംഗിയും ക്വാളിറ്റിയൊക്കെ ഉള്ളത്. നമുക്ക് വിചാരിക്കുന്ന ഒരു ഡിസൈനൊക്കെ തന്നെ അവിടെ കിട്ടും. പക്ഷെ നമ്മൾ ഫോട്ടോ എടുത്ത് പുറത്ത് ഫ്രെയിം ചെയ്യാൻ കൂടി ഇത്രയും റേറ്റ് ഒന്നും വരത്തില്ല. അതിന് ശേഷം നമ്മൾ താഴെ ഹൈപ്പർ മാർക്കറ്റ് നവരാത്രി സ്പെഷ്യലായതുകൊണ്ട് കുറച്ച് സ്റ്റാറ്റൂസ് ഒക്കെ കാണാൻ പറ്റി. അതിന് നമ്മൾ ഫുഡ് കോർട്ട് നോക്കിയിട്ട് തിരിച്ച് വന്നു.